Hi guys, welcome back to our channel അനുജാഞ്ചു. നമ്മളിപ്പം ഒരു പാറയുടെ മണ്ടയിലാണ്. ഏത് പാറ? പാറയുടെ പേരെന്താ? മടവൂർ പാറ. മടവൂർ പാറയിലെ സുന്ദരമായ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ കാണുന്നതാണ് കേരളത്തിലെ തന്നെ പ്രധാന ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായ മടവൂർ പാറ. 1000 വർഷം പഴക്കമുള്ള തിരുവനന്തപുരത്തെ ഒരു ഗുഹാക്ഷേത്രമാണിത്. ഒൻപതാം നൂറ്റാണ്ടിൽ പല്ലവ കാലഘട്ടത്തിൽ പണിതെന്ന് കരുതുന്ന ഈ മടവൂർ പാറ ക്ഷേത്രം സമുദ്രനിരപ്പിന് മുകളിൽ ഏകദേശം 300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 18 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നതാണ് മടവൂർ പാറയും ക്ഷേത്ര പരിസരങ്ങളും. തിരുവനന്തപുരത്ത് പോത്തങ്കോടിനും ചെമ്പഴന്തിക്കുമിടയിൽ ചേങ്കോട്ട് കോണത്തിനടുത്തായിട്ടാണ് പാറ തുരന്നുണ്ടാക്കിയ ഈ ഗുഹാക്ഷേത്രം. ചതുരാകൃതിയിൽ പാറയ്ക്കുള്ളിലേക്ക് തുരന്നാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുവാൻ പാറയിൽ തന്നെ തീർത്ത 33 പടികളും ഉണ്ട്. 1960 മുതൽ ആർക്കിയോളജിക്കൽ വകുപ്പിന്റെ കീഴിലാണ് ഈ ഗുഹാക്ഷേത്രം. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 വരെയുമാണ് ഇവിടെ തുറക്കാറുള്ളത്. 2010 മുതൽ ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഇവിടം. ഇപ്പോൾ പാറയ്ക്ക് മുകളിലൂടെ 110 മീറ്റർ നീളമുള്ള മുള കൊണ്ടുള്ള ഒരു പാലവും ഒക്കെ ഇവിടെ പണിതിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം. തിരുവനന്തപുരത്ത് നിന്ന് മടവൂർ പാറയിലേക്ക് എത്താൻ 3 റൂട്ടുകളാണുള്ളത്. തിരുവനന്തപുരം, ശ്രീകാര്യം, ചെമ്പഴന്തി, കാട്ടായിക്കോണം, മടവൂർ പാറ. ഇനി രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ശ്രീകാര്യത്തിൽ നിന്ന് പൗടിക്കോണം, പോത്തങ്കോട് റൂട്ട് വഴി പോകുക. ഇനി ഈ റോഡിലൂടെ ഒരു 8 കിലോമീറ്റർ പോയാൽ നമുക്ക് ശാന്തിപുരം എത്തും. ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടവൂർ പാറയിലെത്താം. ഇനി മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് കഴക്കൂട്ടത്തേക്കുള്ള ബൈപ്പാസ് റോഡ് വഴിയാണ് മൂന്നാമത്തെ റൂട്ട്. കഴക്കൂട്ടത്ത് നിന്നും വെഞ്ഞാറമൂട്ടിലേക്കുള്ള പുതിയ റോഡ് തിരഞ്ഞെടുക്കുക. കാട്ടായിക്കോണത്ത് നിന്നും വലത്തേക്ക് തിരിയുക. ഈ റോഡിലൂടെ 1 കിലോമീറ്ററോളം തുടരുക. ഇടതുവശത്ത് മടവൂർ പാറയിലേക്ക് പോകുന്ന ചെറിയൊരു റോഡ് കാണാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കായിട്ടൊരു ചെറിയ പാർക്കുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായി ഊഞ്ഞാലും സ്ലൈഡും ഒക്കെ ഉണ്ട് ഈ പാർക്കിൽ. ഇതിനരികിലായിട്ട് ഒരു ഗംഗാതീർത്ഥം എന്ന പേരായ ഒരു പുണ്യക്കുളവും ഉണ്ട്. ഇവിടുത്തെ വെള്ളം ഒരിക്കലും വറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടുന്ന് മലയുടെ മുകളിലേക്ക് ആളുകളെ കൊണ്ടുപോകാനായിട്ട്
പുരാവസ്തു വകുപ്പ് തന്നെ ഇവിടെ ഒരു 101 മീറ്റർ നീളമുള്ള ബാംബു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിസുന്ദരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. സൂര്യാസ്തമനമാകുമ്പോഴേക്കും കുന്നിൻ മുകളിൽ സ്വർണം കോരി ഒഴിച്ചതുപോലെ മഞ്ഞ വെയില് പരക്കും. ഒരു പ്രത്യേക അനുഭൂതിയാണിത്. ഇവിടെ വന്ന് ഒന്നും ചെയ്യാതെ നമുക്ക് ബേർഡ്സിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ചുമ്മാ പാറപ്പുറത്തിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ഇവിടെ ഒരു ബാംബു ഹട്ടൊക്കെ നമുക്ക് കാണാം. അതുപോലെ അടുത്തായിട്ടൊരു കുഞ്ഞ് ഷോപ്പും ഉണ്ട്. അത്യാവശ്യം ഐസ്ക്രീമും സ്നാക്സും ഒക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. നമുക്കിനി ഈ കാണുന്ന ബാംബു ബ്രിഡ്ജിലൂടെ നടന്ന് മുകളിലെത്താം. അങ്ങനെ വീക്കെൻഡ് അല്പസമാധാനപരമാക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, നേരെ വിടാം മടവൂർ പാറയിലേക്ക്.